ടീച്ചറെ ആ നിമ്മിയെ ഒന്ന് വിട്ടുകിടണം. മിസ്റ്റർ, നിങ്ങൾ ആരാ? എന്താ കാര്യം? ആരാണെന്ന് കാര്യം എന്താണെന്ന് ആ കുട്ടിക്കറിയാം. ഇങ്ങോട്ട് ഇറങ്ങി വാടി. വാ. വരട്ടെ മാഡം. ഇനിയും ഇതിലേതെങ്കിലും ആവശ്യമുള്ളപ്പോ വരാം. ബൈ, സീ യു. ഞാൻ എന്റെ പെണ്ണിനെയും കൊണ്ടാ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കെട്ട് നടത്തി തരണം. നീ എന്നതായി പറയുന്നേ? വിവാഹം എന്ന കൂദാശയ്ക്ക് അതിൻ്റെതായ ആചാരക്രമങ്ങളുണ്ട്. തിരുസഭയുടെ നിയമങ്ങൾ ലംഘിക്കാൻ ഒരു പുരോഹിതനും ആവില്ല. നീ പെട്ടെന്ന് ഇവളെയും വിളിച്ചുകൊണ്ട് വന്ന് കെട്ടിച്ചേരണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോനെ? എന്നാ വേണ്ട അച്ഛൻ. അച്ഛൻ കെട്ട് നടത്തി തരണ്ട. ഈ അൾത്താരയുടെ മുന്നിൽ വെച്ച് ഞങ്ങളുടെ മനസ്സുയോദ്യവും മോതിരമാറ്റവും നടത്തി തരണം. അച്ചോ, സ്നേഹിക്കുന്ന മനസ്സുകളെ ഒരുമിപ്പിക്കണമെന്നല്ലേ കർത്താവ് ഈശോ മിശിഹ പറഞ്ഞിരിക്കുന്നത്? അച്ഛൻ അതിനും സമ്മതമല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ പോയി നടത്തിക്കോളാം. പാടി നിൽക്ക്. അന്തോണി, നീ ശരിക്കും ആലോചിച്ച് തന്നെയാണോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അതെ അച്ചോ. നിമി, നീ സ്വമനസ്സാലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാണോ ഇവന്റെ കൂടെ? അതെ അച്ചോ. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് കാര്യവും ഈശോയുടെ മുന്നിൽ പൂർണ്ണ മനസ്സോടെ ഏറ്റു പറയുന്നതാണല്ലോ. ആണച്ചോ. ഞങ്ങളുടെ വിവാഹം അച്ഛൻ ഉടനെ നടത്തി തന്നില്ലെങ്കിൽ അപ്പച്ചൻ മറ്റാരെ കൊണ്ടെങ്കിലും എന്നെ കെട്ടിക്കും. അങ്ങനെ ഉണ്ടായി ഞാൻ പിന്നെ. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ മനസ്സോദ്യവും മോതിരമാറ്റവും നടത്തി തരാം. പക്ഷേ വിവാഹം നാലാൾ അറിയെ പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ വെച്ച് വേണം നടത്താൻ. അതുവരെ നിമ്മിയുടെ വീട്ടിലായിരിക്കണം. അത് സമ്മതാണോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? സമ്മതമാണ്. നിന്റെ അപ്പൻ മലയിൽ യോഹന്നാൻ ചത്തു. നിന്റെ അപ്പനും ചത്തു. മാറി ഇങ്ങോട്ട് മാറി. നിമേ, എന്നതാടാ കാര്യം? കാര്യം എന്താണെന്ന് അവളെ കൊണ്ടു പറയിപ്പിക്കാം. മാറി ഇവിടെ. നീ അന്തോനോട് കൂടെ പള്ളി പോയിരുന്നോ? എന്നോടാ ചോദിച്ചത്. പറടി. എന്റെ കർത്താവേ, നീ എന്തിനാണ് അവന്റെ കൂടെ പള്ളിയിൽ പോയത്? ചോദിച്ചു കേട്ടില്ലേ? പറടി. നീ പറയാൻ. എന്റെ എന്തോടിച്ചാറ്റി മനസ്സ് ചോദ്യത്തിന്. ഞങ്ങളുടെയൊക്കെ മുഖത്ത് കരിവാരി തേച്ചിട്ട് അവന്റെ കൂടെ കഴിയാമെന്ന് ചോദിച്ചില്ല. ഈ പഠിക്കാൻ തുടങ്ങിയാൽ വെട്ടി അരിഞ്ഞു കളഞ്ഞാൽ ഓടിയാത്ത ഓടി കൂട്ടിയല്ലേ അവളെ. കരടി അച്ഛനെ അഴമല കോടതി വെച്ച് ഉടുപ്പൊരു ചെണ്ട ഒട്ടിച്ചു വിടണം. എന്നിട്ട് മറ്റവന്റെ തളിപ്പറമ്പിലേക്ക് ഒരു വിലാപയാത്ര നടത്തണം. വിളിയടാ എത്രാണ്. ഹലോ, അരമനയല്ലേ? എന്താണോ പാറക്കര ഇതൊക്കെ? നാണമില്ലല്ലോ തനിക്ക്. തന്റെ നാണോ മാനം പോട്ടെ, തിരുസഭയുടെ മാനം നോക്കണ്ടേ? എന്തൊക്കെ ഇല്ലപ്പില്ല ഇയാൾ അറിയപ്പെടുന്നത്? വഴിയച്ഛൻ, പോലീസ് അച്ഛൻ, ഷാപ്പച്ചൻ, വിധവകളുടെ അപ്പോസ്തോലൻ, പോരാത്തതിന് കരടിയച്ഛനെന്നും ചിലരൊക്കെ വിളിക്കും. നോക്കണ്ട, കോളേജിൽ പഠിച്ചുകൊണ്ട പെൺകുട്ടിയെ ഗുണ്ടായുസം കാണിച്ച് പിടിച്ചുകൊണ്ടുവന്ന് തിരുസഭയുടെ ചട്ടങ്ങൾക്ക് നിരക്കാത്ത വിധം മനസ്സോദ്യവും മോതിരം മാറ്റവും നടത്തുക. ഫാദർ ഉർമീസ് പാറക്കാരൻ, താങ്കൾ ചാക്കപ്പന്റെ മകൾ നിമ്മിയുടെയും തന്റെ ഒരുവൻ അന്തോണിയുടെയും മനസ്സോദ്യം നടത്തി മോതിരം മാറ്റിച്ചോ? പൂവപിതാവ്. ആരൊക്കെയാ സാക്ഷികൾ? കർത്താവ് ഈശോ മിശിഹായും ഞാനും. വേണ്ട, കർത്താവ് ഈശോ മിശിഹ ആവശ്യത്തിൽ കൂടുതൽ പീഡനങ്ങൾ സഹിച്ച ക്രൂശിക്കപ്പെട്ടത്. അങ്ങയുടെ മെക്കിട്ട് കയറണ്ട. സാക്ഷിക്കാരും ഇല്ലായിരുന്നു എന്നത് ശരിയല്ലേ? അതല്ലേ അച്ചോ ഞാൻ പിതാവിനോട് പറഞ്ഞത്. ആ പെൺകുട്ടിയെ ഫാദർ ഉർമീസും മരുമകനും ചേർന്ന് ബലം പ്രയോഗിച്ചാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയുന്നത് സത്യമാണ്. തനിക്കൊന്നും പറയാനില്ലേ? ഇതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയോ എനിക്ക്? തിരുസഭ തരുന്ന ഏത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാലേ തിരുസഭയുടെ ശിക്ഷ കഴിഞ്ഞാലും വിടില്ല ഞാൻ. എന്റെ മോളെ പീഡിപ്പിച്ചതിന് ഉർമീസ് പാറക്കാരനെയും മരുമോനെയും കോടതി കയറ്റും ഞാൻ. ഈ കരടിക്കത്തനാരെ കമ്പി എണ്ണിക്കും ഞങ്ങൾ പിതാവേ.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈ നിൽക്കുന്ന ഫാദർ ഉർമീസ് പാറേക്കാരനെ ശിക്ഷിക്കുന്നതിന് മുമ്പ് എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്. ദയ തോന്നി തിരുമേനി എന്നെ അതിന് അനുവദിക്കണം. അന്തോണിക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ. ഈ നിൽക്കുന്ന കരടിയെ കൂട്ടിലടക്കി വന്ന് വീമ്പടിച്ചല്ലോ. അങ്ങേരുടെ കാതെ കുരുത്തേക്കുന്ന രോമം പോലും പറിക്കുകയല്ല താനൊക്കെ. എടാ അന്തോണി, നീ മിണ്ടായിരിക്കേ. ഹാ, ഒന്ന് വെറുതെ ഇരിക്കച്ചോ. നിങ്ങളുടെ മോളെ ഞാൻ തള്ളിക്കൊണ്ടുപോയൊന്നുമല്ല. വിളിച്ചപ്പോ വെള്ളില കണ്ട ആട്ടുകുട്ടിയെ പോലെ ഇറങ്ങിപ്പോന്നതാ എന്റെ ഒപ്പം. ഇവൻ പറയുന്നത് പച്ച കള്ളവാച്ചോ, മനഃപൂർവ്വം പിടിച്ചിറക്കേണ്ടി പോയാ. മിണ്ടായിരിക്കടാ അവിടെ. ആ, ഇതുപോലെ തക്ക സമയത്ത് പ്രതികരിക്കുന്നതുകൊണ്ടാ ഇദ്ദേഹത്തെ കരടിയച്ഛൻ എന്ന് വിളിക്കുന്നത്. മൂവാറ്റുപുഴ ആറിന്റെ കരയിൽ കന്യാസ്ത്രീകൾക്ക് ധ്യാനമന്ദിരം പണിതപ്പോ മെത്രാനച്ഛൻ അടക്കമുള്ള ശ്രേഷ്ഠന്മാർക്ക് ബെൻസയിലും ലാൻസറയിലും മലർന്നു കിടന്ന് അങ്ങോട്ടെത്താനായിട്ട് സഹപാഠിയായിരുന്ന മന്ത്രിയെ കണ്ട് കാലുപിടിച്ച് മുനിസിപ്പാലിറ്റി കെട്ടിടവും പൊളിച്ച് വഴിയുണ്ടാക്കിച്ചപ്പോ ഇദ്ദേഹം വഴിയച്ഛന് തിരുവസ്ത്രം ഊരി ഈ തോളിലേക്ക് ഇട്ട് തന്നേച്ച് ഒരു സുന്ദരി പെണ്ണിനെയും കൂട്ടി സുഖമായി ജീവിതം ആരംഭിച്ച ഒരു എക്സ് വൈദികൻ പെട്ടെന്നൊരു ദിവസം കർത്താവിൽ നിദ്ര പ്രാപിച്ചപ്പോ ജീവിതത്തിൽ ഒറ്റയ്ക്കായ ആ സുന്ദരിയെ നോക്കി നാട്ടിൽ ഒരുപാട് കുറുക്കന്മാർ വെള്ളം ഇറക്കാൻ തുടങ്ങി. സ്വന്തം വീട്ടിൽ നിന്ന് പണവും കൊണ്ടുവന്ന ആ വീടിന് അടച്ചുപൂട്ടുണ്ടാക്കി അവർക്ക് സംരക്ഷണം നൽകിയപ്പോ ഇദ്ദേഹം വിധവകളുടെ അപ്പോസ്തലനായി. തിരുസഭയുടെ മാനം പോയി പോലും. സർക്കാർ വക സിമന്റും കമ്പിയും മോഷ്ടിച്ചുകൊണ്ട് പോയ ചാക്കപ്പന്റെ ലോറിക്ക് അരമനയിലെ ഒരു പ്രധാനി എസ്കോർട്ട് പോയി. സ്ഥലവസായി വഴിതടഞ്ഞ് ഇറങ്ങണം മോനെ എന്ന് പറഞ്ഞപ്പോ കർത്താവീശോ മിശിഹായുടെ തൂങ്ങപ്പെട്ട രൂപം സ്വന്തം നെഞ്ചത്തുനിന്ന് പൊക്കിക്കാട്ടി പ്രധാന മേനിയാ താനെന്നും ഈ ചാക്കപ്പൻ മെത്രാനച്ഛന്റെ അളിയനാണെന്നൊക്കെ പറഞ്ഞപ്പോ എവിടെ പോയി തിരുമേനി തിരുസഭയുടെ മാനം? അന്തോണി, കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. ഓ, നിമ്മി സമരശാല നിന്റെ കൂടെ ഇറങ്ങി വന്നാണെന്നുള്ളത് എന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ടല്ലോ, അത് നിമ്മി എന്ന് പറയും. പറയില്ല, എന്റെ മോള് പറയില്ല. തന്റെ മോള് പറയും. നിമ്മി, മോളെ നിമ്മി, എന്താ ഇതൊക്കെ? അതെ പിതാവേ, ഞാൻ സോമനസാലെ അന്തോണിച്ചായന്റെ കൂടെ ഇറങ്ങിച്ചെന്നതാ. അതിന് സാക്ഷികളാ എന്റെ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും ടീച്ചറും. ആത്മഹത്യയെന്നും പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ചപ്പോഴാ അച്ഛൻ ഞങ്ങളുടെ മോതിരമാറ്റം നടത്തി തന്നത്. എടി നിന്നെ നിർത്താനാ പറഞ്ഞത്. പാപ്പുവിന് പറ്റിയതുപോലെ നിന്റെ നെറ്റിക്കും ചുട്ടുകുത്തും. എന്റെ നെറ്റിക്ക് ചുട്ടികുത്താൻ നീ തോക്ക് ചൂണ്ടിയാൽ അത് പുള്ളിക്കായിരിക്കണം. നെല്ലിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നിന്റെ ചേട്ടനെ കൊണ്ട് മാമ്പള്ളിക്കാരുടെ കുടുംബ കല്ലറ ഞാൻ തുറപ്പിക്കും. നിന്റെ അപ്പനപ്പാപ്പന്മാരുടെ നെഞ്ചത്തോട്ട് എടുത്തിട്ട് കൊടുക്കും നിന്റെ ശവം. എന്നിട്ട് ഈ കരടി അച്ഛനെ കൊണ്ട് അതിന്റെ മുകളില് ഒരു കുരിശും വരപ്പിച്ചു തരും. ഇതിന് ഇങ്ങനെ ചില ചട്ടങ്ങളൊക്കെ ഉണ്ട്. കെട്ട് കഴിഞ്ഞില്ലെങ്കിലും മനസമ്മതവും മോതിരമാറ്റവും നടന്ന സ്ഥിതിക്ക് കെട്ട് കഴിഞ്ഞ പോലെ തന്നെയാ. എടാ, എന്നാലും തളിപ്പറമ്പി വെച്ച അച്ഛൻ കുഞ്ഞിന്റെ സാന്നിധ്യത്തിൽ എല്ലാരും വിളിച്ചു കൂട്ടി കല്യാണം ഭംഗിയായിട്ട് നടത്തണം. ഇനി എന്റെ പൊന്നു നാത്തൂൻ ആ വലതുകാലിച്ചും കയറുക. വാടാ, ആശാൻ ഇടതുകാലായാലും മതി. പോടാ. ഞാനിവിടെ എന്റെ മോളെ മുറി തൂങ്ങിച്ചാകാൻ തുടങ്ങിയപ്പോ ഞാനാ തുറന്നു വിട്ടെ. തൂങ്ങി ചത്തിരുന്നെങ്കിൽ ഗവൺമെന്റ് ആസ്പത്രി കൊണ്ടുപോയി വെട്ടി കീറിയാനേ ഞാൻ അവളെ. ഇതിപ്പോ മെത്രാന്റെയും മറ്റുള്ളവരെയും മുന്നിൽ വെച്ച് നാറ്റിച്ചില്ലേ ഞങ്ങളെ? നിന്നെ ഞാൻ ചെയ്യരുത്. നീയാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നിന്നെങ്കിലും നിങ്ങളുടെ ഇടയിൽ നിന്ന് പോയി സുഖമായി ജീവിക്കട്ടെ. ഉമ്മറത്തേക്കിറങ്ങി ഞങ്ങളെ കുടുംബം. മോളെ അവിടെ വെച്ച് ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഇരുന്നേ. ഞാൻ അയ്യോ, അത് വേണ്ട, അമ്മച്ചിരുന്നു, ഞാൻ വിളമ്പാം. പറ്റത്തില്ല, അവിടെ ഇരിക്കാൻ. വേണ്ട അമ്മച്ചി, ഞാൻ തർക്കിക്കാണ്ട് ആരെങ്കിലും ഒരാൾ അവിടെ ഇരിക്കും. മോൾ അവിടെ ഇരിക്കും. ഇന്നത്തെ ദിവസം കൈമരുങ്ങുള്ള ആള് വിളമ്പട്ടെ, പുതിയ ആള് വിളമ്പാൻ നിൽക്കണ്ട. അതെ, ആശേ നമുക്കൊരു പരീക്ഷണം. കൈമാറി വിളമ്പിയാണെങ്കിൽ എന്റെ തടിയൊന്നും ഓ നന്നാവോ? പിന്നെ നിന്റെ തടി നന്നാക്കാനല്ലേ ഞാൻ അവളെ കെട്ടിക്കൊണ്ട് വന്നത്. എടാ, തടി നന്നായിട്ട് എന്താ കാര്യം? സ്വഭാവം നന്നാവണ്ടേ? ആ. അല്ലെങ്കിൽ തടി പിന്നെയും കേടാവൂലേ? എല്ലാവർക്കും മല്ലാക്കാതാൻ പറ്റില്ല. മോനെ
വെടിവെക്കാൻ തുടിച്ച വിടാൻ ഒക്കെയാണ് പറയുന്നത്. വെടിവെക്കണവന്റെ നേരെ നെഞ്ചു പിരിച്ചു എന്നിട്ട് എന്താ കാര്യം?